അതായത് ഒരുപാട് റിപ്രസെന്റാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ, അതായത് സ്റ്റേറ്റ് ലെവലൊക്കെ മോണിക്ക് കളിച്ചിട്ടുണ്ട്, സമ്മാനങ്ങൾക്ക് നേടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മളെ വേദി ആയതുകൊണ്ട് എനിക്കൊരു ഒരു സാധനം ചെയ്താലോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും വലിയൊരു പോത്ത് കാര്യങ്ങളാണ് അവിടെ കുട്ടികൾ കളിച്ചത്. ക്ഷമിച്ചേക്കണം കേട്ടോ, ഇത് കമ്പം കൊണ്ടാണ് കേട്ടോ. തുടങ്ങല്ലേ, നോക്കട്ടെ, നിങ്ങൾ വെക്കല്ല, ഞാൻ ചെയ്യാണ്. അപ്പോ പിന്നെ നമ്മളെ സ്കൂൾ തലത്തിലെ സാധനം ഞാൻ പറയുന്നില്ല, വന്ദനയ്ക്ക് ഞാൻ വിട്ടു. നമസ്കാരം. വിശപ്പാണ് എന്റെ പ്രശ്നം. ബഹുമാനപ്പെട്ട നാട്ടുകാർ, 1946-47 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിജിക്ക് വിശന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും വിശന്നിട്ടില്ലയോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിച്ചു പോവുകയാണ്. വിശപ്പ് എന്നത് ഒരാഗോള പ്രതിഭാസമാകുന്നു. ഈ കവലപ്രസംഗം കൊണ്ടോ മാധ്യമങ്ങളിലെ പാചകക്കുറിപ്പുകൾ കൊണ്ടോ വിശപ്പിന് പരിഹാരമല്ല. വിശപ്പ് ഒരു ആഗോള പ്രതിഭാസമാണ്. എവിടെ പോയി കിടക്കവള? ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. ഇലയിൽ നോക്കുക, അവിയലുണ്ടോ, ശർക്കരപ്പേരുണ്ടോ, പുളിയഞ്ചിയുണ്ട്, അച്ചാറുണ്ട്. ഇതെന്തിന്റെ സ്ഥാന? പച്ചടിയുടെ. മതി മതി, ഇതൊക്കെ ഇങ്ങനെ ആവശ്യം ഉണ്ടായിട്ടല്ലേ? ഇതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോ മനസ്സിനൊരു സുഖം. ഓ അയ്യോ, ഓ ഓ അയ്യോ, ഓ അമ്മുടെ സദ്യ ഗംഭീരായിരിക്കൂ. ഞാനൊരു പാവാണേ. 3-4 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. നിന്റെ അമ്മ അസുഖമായിട്ട് കിടപ്പിലാണ്, അച്ഛൻ മരിച്ചുപോയി. എനിക്ക് വല്ലതും തരണം. കുട്ടി അച്ഛൻ മരിക്കൂലേ? നന്നായി ഒരു തെണ്ടി അങ്ങോട്ട് പറഞ്ഞല്ലോ. അങ്ങനെ പറയരുത്. എന്റെ അച്ഛൻ തെണ്ടിയായിരുന്നില്ല, കൂലിപ്പണി ചെയ്ത ഞങ്ങൾ ജീവിച്ചിരുന്നത്. ആയിക്കോട്ടെ കുട്ടിയെ, പിന്നെ അവരെ സഹായിച്ചു നമ്മള് കൊടുക്കുക. അത് ദൈവനിക്ക് ആവില്ലേ? അപ്പോ നമുക്കിപ്പോ ഒരു കാര്യം ഒന്നുമില്ല, അങ്ങനെ പോവാ. പലതും അങ്ങനെ പോവാ. ഈ വീട്ടിൽ നിന്ന്
കിട്ടണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഗേറ്റൊക്കെ തുറക്കണ്ടേ, കേറി നോക്കാം. ഞാനൊരു പാവാണ്. 3-4 ദിവസമായി പലതും കഴിച്ചത്. എന്റെ അമ്മ അസുഖമായിട്ട് കിടപ്പിലാണ്. അച്ഛൻ മരിച്ചുപോയി. അതും തരണം. റഹ്മാനിലായി തമ്പുരാനെ ഇച്ചി തന്നേച്ച് പറ്റാത്തത് എവിടെ ചെങ്ങായി പോയി കിടക്കണം. ചെങ്ങായി അങ്ങനെ തന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ വാ. അന്നോട് ഞാൻ പറഞ്ഞേ ആ ഗേറ്റ് തുറന്നിടേ. വടച്ചോനെ ഈ റമദാൻ മാസം നിങ്ങളുടെ മനുഷ്യനെ തൊഴിലോപൂർത്തി നല്ലതും ചെറുക്ക മാണ്ടച്ച് പോർന്ന് അതെ ഓരോ പൂച്ച പുറത്ത് കിട്ടുന്ന ആ ഗേറ്റ് അടച്ച അല്ലാതെ നമ്മക്കവിടെ പൈച്ചാലാ വായിക്കണം. എന്റെ അമ്മക്ക് മരുന്നിനാണെങ്കിൽ കാശില്ല. സ്കൂളിട്ട് വന്ന് കുട്ടിനെ നോക്കുമ്പോ കുട്ടിനെ കാണാനില്ല. കുട്ടിനെ ആരോ എങ്കിലും കൊണ്ടേക്ക് അറിയില്ല. എന്റെ കുഞ്ഞിനെ ആരോ കൊണ്ടേക്ക് സ്കൂളിൽ വന്നപ്പോ ഇതിന്റെ കാര്യമോ ഞാനൊരു ഭാവാണ്. 3-4 എന്റെ അസുഖമായിട്ട് എന്നെ ഒന്നും കുട്ടിനെ കേട്ടോ, എന്റെ കുട്ടിനെ ഒന്നും ചെയ്യില്ലട്ടോ. എന്താ വേണ്ടേ? ചോറ് വേണം. അമ്മക്ക് പൈസ വേണോ? കുഞ്ഞിന് പൈസ വേണോ? എടുത്തോ പോവല്ലേ? ഒക്കെ കഴിച്ചു. അമ്മക്ക് 2 പേർക്കും ഇത് കൊണ്ടു കൊടുത്തിട്ട് അമ്മന് ചിരിച്ചിട്ടോ ഒരു കേട്ടോ. കുഞ്ഞെ പോയോ? കുഞ്ഞെ പോയ എനിക്ക് ഞാൻ പാടുന്നതല്ല. ബസ് എടുത്തില്ല. ഏട്ടൻ മുഴുവൻ ബസ് എടുത്തില്ല. കുഞ്ഞ് പോലില്ല. സ്കൂളിൽ വന്നേ വെള്ളക്കാറിന് പോയി എന്റെ കുട്ടിനെ വിളിച്ചപ്പോ സുഹൃത്തുക്കളെ, ഇതോടുകൂടി എന്റെ കൊച്ചുമോണിക്കൂടെ അവസാനിക്കുന്നു. ഇതുവരെ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം. നല്ലൊരു നടനായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.